Hello my dear students, welcome back to Eagle Learning. This is me Aslam. So my dear students, tangents തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കൺസെപ്റ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ എന്താക്കുക കാണുക. സോ ആദ്യം പഠിക്കേണ്ട കൺസെപ്റ്റ് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ആളെന്താണ്, ടാൻജന്റ് തൊടുവര എന്താണെന്നാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്ന ലൈനെ വരെ നമ്മൾ എന്ത് പറയും, തൊടുവര, ടാൻജന്റ് എന്ന് പറയും. സോ അത് അവിടെ കിടക്കട്ടെ, അവിടെ കൃത്യമായിട്ട് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താക്കാൻ വായിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു സർക്കിളിന്റെ ടാൻജന്റ് ആ സർക്കിളിന്റെ ഡയാമീറ്ററോ അല്ലെങ്കിൽ റേഡിയസോമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ടാൻജന്റും ഡയാമീറ്റർ അല്ലെങ്കിൽ റേഡിയസുമായിട്ട് ഉണ്ടാക്കുന്ന ഇവിടെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ രണ്ട് വരകളും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കുമെന്ന് നമുക്ക് പറയാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. അതായത് ഒരു സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നും സർക്കിളിൻ്റെ മുകളിലോട്ട് നമുക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് എ സർക്കിൾ ടു ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ. ഒരു വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന് മുകളിൽ ഒരു ബിന്ദുവിൽ നിന്നാണെങ്കിൽ എത്ര തൊടുവര വരയ്ക്കാൻ പറ്റും? ഒരു തൊടുവര. ഇനി വൃത്തത്തിനകത്താണെങ്കിലോ ഒരു തൊടുവര പോലും, ഒരു ടാൻജന്റ് പോലും വരയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അതേപോലെ രണ്ടാമതൊരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ദ tangents to a circle from a point are of the same length. അതായത് സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റിൽ നിന്ന് വരുന്ന ടാൻജന്റിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും, അവയുടെ നീളം തുല്യമായിരിക്കും. നമ്മൾ സർക്കിളിന്റെ പുറത്തുള്ള ബിന്ദുവിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ് തൊടുവരയുടെ നീളം ഈക്വൽ ആയിരിക്കും, ലെങ്ത് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഈ ഫിഗറിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന സർക്കിളിന്റെ മുകളിലെ പോയിന്റിലേക്കും ബി എന്ന് പറയുന്ന സർക്കിളിന്റെ മുകളിലെ പോയിന്റിലേക്കും ടാൻജൻസ് വരച്ചിട്ടുണ്ട്. ഈ പി എയുടെയും പി ബിയുടെയും നീളം എന്താണ്? സെയിം ആയിരിക്കും വരിക. ഇനി അതേപോലെ തന്നെ ഈ ടാൻജൻസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ, ഒന്നാമത് സർക്കിളിന്റെ റേഡിയസ് അറിയാം, അതേപോലെ തന്നെ പി മുതൽ സർക്കിളിന്റെ സെന്റർ വരെയുള്ള ആ ലെങ്ത്, അതിന് ഞാൻ എന്താക്കുന്നു, എച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലെങ്ത്തും അറിയാമെങ്കിൽ ആ ടാൻജൻസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പി എ ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് എന്താക്കാം, ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പി എ ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. അടുത്തത് പറയുന്നത് നമ്മുടെ ഇൻ എ സർക്കിൾ ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡി through 2 points and the angle between the tangents at these points are supplementary. അതായത് രണ്ട് ആംഗിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത് സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നും നമ്മൾ രണ്ട് ടാൻജൻസ് ഉണ്ടാവല്ലോ, ഈ രണ്ട് ടാൻജൻസിലേക്കും ഇവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിളും അതേപോലെ തന്നെ ഈ കാണുന്ന രണ്ട് ടാൻജൻസിലേക്ക് സെൻറ്ററിൽ നിന്നും ഈ ഫോം ചെയ്യുന്ന ഈ ആംഗിളും എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും, അനുപൂരകമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ആ രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. മലയാളം മീഡിയക്കാർക്കുള്ള കൺസെപ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ പറ്റും കേട്ടോ. സോ അത് രണ്ടും സപ്ലിമെൻ്ററി ആണ്, അനുപൂരകമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എന്തായിട്ട് മാറും? 180 മൈനസ് എക്സ് ഡിഗ്രി ആയിട്ട് മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം റേഡിയസ് ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 4 ആംഗിളുകളും വെച്ചിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും സപ്ലിമെൻ്ററി വന്നു. ഈ ക്വാഡ്രിലേറ്ററൽ ഒ എ സി ബി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലേറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്, അനുപൂരകമാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഫോം ചെയ്യുന്ന ക്വാഡ്രിലേറ്ററൽ ചതുർഭുജം എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആയിരിക്കും, ചക്രീയമായിരിക്കുമെന്നും പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ ഫോം ചെയ്യുന്ന ക്വാഡ്രിലേറ്ററൽ ചതുർഭുജം എന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതാണ് അടുത്തായിട്ട് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഈ കാണുന്ന ടാൻജന്റ് നമ്മുടെ ഏതെങ്കിലും ഒരു കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ x/2 അല്ലെങ്കിൽ ഏതെങ്കിലും ആംഗിൾ ആയിക്കോട്ടെ. സപ്പോസ് ഇത് x/2 ആണെങ്കിൽ ആ കോഡ് ഓപ്പോസിറ്റ് സർക്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന, സർക്കിളിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഒരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്യാം. സർക്കിൾ സെൻറ്ററുമായിട്ട് നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഇതാണെങ്കിൽ
ഈ കാണുന്ന കോഡ് സർക്കിളിലെ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? അത് എക്സ് ആയിരിക്കും വരിക. x/2ൻ്റെ ഡബിൾ ആയിരിക്കും, വിച്ച് മീൻസ് എക്സ് ഡിഗ്രി ആയിരിക്കും വരിക എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഇൻ എ സർക്കിൾ ദ ആംഗിൾ വിച്ച് എ കോഡ് മേക്സ് വിത്ത് ദ ടാൻജൻറ്റ് അറ്റ് വൺ എൻഡ് ആൻഡ് on any side is equal to the angle which it makes on the part of the circle on the other side. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് മലയാളം മീഡിയക്കാരും. വൃത്തത്തിലെ ഒരു ഞാൻ അതിൻ്റെ അറ്റത്തുള്ള തൊടുവരയുമായി ഒരു വശത്തുണ്ടാക്കുന്ന കോൺ മറുവശത്തുള്ള വൃത്തഭാഗത്ത് ഉണ്ടാക്കുന്ന കോണിന് തുല്യമാണെന്ന് പറയുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും വരിക. ഈ ആംഗിളും അതിന് ഈക്വൽ ആയിരിക്കും വരിക എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഫിഗറും അതേപോലെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിൾസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സർക്കിൾസിൽ പഠിച്ചൊരു കാര്യം തന്നെയാണ്. അത് വെച്ചിട്ടാണ് ഈ കാണുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇങ്ങനെ ഫിഗർ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PA × PB = PC² ആണ് വരിക. എന്താ പറയുന്നത്? ദ പ്രൊഡക്റ്റ് ഓഫ് എൻ ഇന്റർസെക്റ്റിംഗ് ലൈൻ ആൻഡ് ദ part of it outside the circle is equal to the square of the tangent. അതായത് ഈ പോയിന്റിൽ നിന്നും ഈ ഇന്റർസെക്റ്റിംഗ് ലൈനിൻ്റെ രണ്ട് വാല്യൂമായിട്ട് PAയും അതേപോലെ തന്നെ PBയുടെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടാൻജൻറ്റിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. മലയാളം മീഡിയം. മുറിക്കുന്ന വരയുടെയും വൃത്തത്തിന് പുറത്തുള്ള ഭാഗത്തിൻ്റെയും ഗുണനഫലം തൊടുവരയുടെ വർഗത്തിന് തുല്യമാണെന്ന് പറയുന്നു. നിങ്ങൾ ജസ്റ്റ് ഈ കാണുന്ന ഡെഫിനിഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? PA × PB = PC² ആണ്. ഫിഗർ മറന്നു പോരുത്. ഫിഗർ മറന്നുപോയാൽ ഈ ഇക്വേഷൻ പഠിച്ചിട്ടൊരു കാര്യമില്ല. സോ കൃത്യമായിട്ട് നോക്കുക. P എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. A എന്ന് പറയുന്ന പോയിന്റ് B എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്ന മുറിക്കുന്ന പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ PA × നിങ്ങൾ AB എന്ന് എടുക്കരുത്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ P കൊണ്ടുവച്ച് ഇത് A ഇത് B എന്ന് എടുത്തിട്ട് PA × PB ചെയ്താലും ആൻസർ നമുക്ക് കിട്ടുന്ന എന്തായി പോകും? തെറ്റും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. PA × PB = PC² ആണ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് കൺസെപ്റ്റ്. അവസാനത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തർവൃത്തം ഇൻസർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അന്തർവൃത്തം ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന സർക്കിൾ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ട്രയാങ്കിളിൻ്റെ 3 സൈഡ് ടച്ച് ചെയ്ത് ഒരു സർക്കിൾ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും? ഇൻസർക്കിൾ. ട്രയാങ്കിളിൻ്റെ അകത്ത് വന്നാൽ അതിന് നമ്മൾ എന്ത് പറയും? ഇൻസർക്കിൾ, അന്തർവൃത്തം എന്ന് പറയും. സോ ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ മതി. ആ ട്രയാങ്കിളിൻ്റെ നമ്മൾ ഈ ഇൻസർക്കിൾ ഫോം ചെയ്ത അന്തർവൃത്തം ഫോം ചെയ്ത ട്രയാങ്കിളിൻ്റെ ഏരിയയും അതേപോലെ തന്നെ ഹാഫ് ഓഫ് ദ പെരിമീറ്ററിൻ്റെ പകുതിയും കിട്ടിയാൽ മതി. R = A/S എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇത് ആറാട്ടോ. R = A/S എന്നാണ് ഇക്വേഷൻ വരുന്നത്. R = A/S. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, S എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ പെരിമീറ്റർ. A എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. S എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണെന്നും നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടാൻജൻസ്, തൊടുവര എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇത് വെച്ചുകൊണ്ട് ബിൽഡ് ചെയ്ത് ഒരുപാട് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ലൈവിലും അതേപോലെ തന്നെ കുറച്ച് ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക? ലൈവിലേക്ക് വരിക. ബാക്കി നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ലൈവിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അടിപൊളിയായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈവിൽ കാണാം. Bye.